വ്യാജ GST തട്ടിപ്പിൽ പ്രതിപക്ഷാരോപണം ശരിവെച്ച് മുഖ്യമന്ത്രി 7 പരാതികൾ കിട്ടിയെന്നും കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. വ്യാജ GST രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൈമാറ്റവും നടന്നിട്ടുണ്ട് എന്നും സർക്കാർ സമ്മതിക്കുകയാണ്. ഈ തട്ടിപ്പ് ഏറ്റവും കാര്യമായിട്ട് ആദ്യം കൈകാര്യം ചെയ്തതും കേസുകളെടുത്തതും ആളുകളെ അറസ്റ്റ് ചെയ്തതും കേരളം ഉൾപ്പെടെയാണ്. പക്ഷേ തട്ടിപ്പ് ഈ ഇന്ത്യയിലാകെ നടക്കുന്നുണ്ട്. ഈ നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വെറുതെ പോയി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ പോയി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ബയോമെട്രിക് വേണം. ഇപ്പോൾ മുമ്പ് അങ്ങനല്ല. ഞാൻ എപ്പോഴും പറയുന്ന GST സംബന്ധിച്ച് ഈ സിസ്റ്റത്തിനകത്ത് പല കുഴപ്പങ്ങളുണ്ടെന്ന് നിരന്തരമായി പറയുന്നതാണ് കേരളം. ആ കുഴപ്പങ്ങളുടെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ അറിവിൽ പെട്ടെടുത്തോളം അതിശക്തമായ നടപടി എടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും സാജുവും പ്രതിപക്ഷം ഉന്നയിക്കുന്ന സംഗതികളെ സർക്കാർ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഈ തട്ടിപ്പ് എങ്ങനെ നടക്കുന്നു, ആര് നടത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഫൈനൽ എൻഡിലേക്ക് സർക്കാരിന് എത്താൻ പറ്റിയിട്ടുണ്ടോ? നിഷാദെ, 1100 കോടി വ്യാജ രേഖകൾ ഉപയോഗിച്ച് GST രജിസ്ട്രേഷൻ ഉണ്ടാക്കുകയും അതിലൂടെ തട്ടിയെടുക്കുകയും ചെയ്തു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണം. അതിലൂടെ സംസ്ഥാന സർക്കാരിന് 200 കോടിയോളം രൂപയുടെ നികുതി പണം നഷ്ടമായി എന്നും ആരോപിച്ചിരുന്നു. പക്ഷേ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യത്തിന് തന്നെ ഈ നിയമസഭാ കാലയളവിൽ ഇത്തരം തട്ടിപ്പ് സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടുണ്ടെന്നും 7 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിലുള്ളത്. ഒപ്പം ധനമന്ത്രി KN ബാലഗോപാലും കഴിഞ്ഞ ദിവസം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാജ GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൈമാറ്റം നടന്നിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ GST വകുപ്പിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ പോലും തട്ടിപ്പുണ്ടായി. ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ വ്യാജ ബില്ലുകൾ നിർമ്മിച്ച് കൈമാറ്റം ചെയ്തു. അതിനായി ചില സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരം സ്ഥാപനങ്ങളെയും GST ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുമാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും ഈ തട്ടിപ്പിന്റെയൊക്കെ യഥാർത്ഥ ആസൂത്രകർ ആരാണ്? ഈ കാര്യങ്ങൾ അറിയാത്ത ചില പൗരന്മാരുടെ ആധാർ അടക്കമുള്ള രേഖകൾ കൈവശം വെച്ചുകൊണ്ട് എങ്ങനെ വ്യാജമായി ഇത് നിർമ്മിച്ച് എടുത്തു, അല്ലെങ്കിൽ ഇതിന്റെ ആത്യന്തികമായ പ്രയോജനം ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന അർത്ഥത്തിലുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ഈ യഥാർത്ഥ സൂത്രധാരകന്മാരെ കണ്ടെത്തുന്നതിലേക്ക് ഇപ്പോഴും അന്വേഷണം എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.